ഈ ഇരുന്ന് കറങ്ങണ ആൾ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. പ്രോട്ടീൻ ആൻഡ് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണിത്. വൈറ്റമിൻ ഇ, B6, B1, B9, സിങ്ക്, അയൺ, മാംഗനീസ്, മെഗ്നീഷ്യം, പൊട്ടാഷ്യം, omega-3, കാൽഷ്യം എന്ന് വേണ്ട ഇതിലില്ലാത്തതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് സ്കിന്നിന് നല്ലതാ, ഹെയറിന് നല്ലതാ, മസിൽ റിക്കവറിക്ക് നല്ലതാ, ബോൺസിനാണെങ്കിൽ പറയാൻ വേണ്ട. ഇത് കഴിച്ചിട്ട് ബെനിഫിറ്റ്സ് മാത്രമേ വരാനുള്ളൂ. സോ ഗുഡ്. ഇത്ര ഗുണങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ ഓർക്കും ഇത് കഴിക്കാൻ കഷായം പോലെ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് കഴിക്കാൻ അതീവ രുചികരമാണ്. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സീഡ്സ് ഒക്കെ വാരി വലിച്ചിടാം. ഇതിൽ ഞങ്ങൾ ആൽമണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, വാൾനട്ട്സ് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, എള്ളുണ്ട്. അത് ബോത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ശരിക്കും ബ്ലാക്ക് എള്ളിനാണ് ഗുണം കൂടുതലെന്നാ പറയാം. പിന്നെ നമ്മൾ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്, ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്, പംകിൻ ആൻഡ് സൺഫ്ലവർ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബൈൻഡർ ആയിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. വേറെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒന്നും യൂസ് ചെയ്യണില്ല. ഡേറ്റ്സ് നമുക്കൊരു 300 to 500 ഗ്രാംസ് വേണ്ടി വരും. ഡേറ്റ്സ് നമ്മൾ കുരു കളഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞെടുക്കേണ്ടത്. അതിപ്പോ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ അരി വറുത്തല്ലേ ഇടണേ? ഇത് അരിയുണ്ട അല്ലല്ല. അങ്ങനെ കുറച്ച് ചളുവൊക്കെ പറഞ്ഞ് മമ്മി ഇതിന്റെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നട്ട്സ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഓവനോ എയർ ഫ്രയറോ അതൊന്നും ഇല്ലെങ്കിൽ ഗ്യാസോ എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് കിർന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. പക്ഷെ ഞങ്ങൾ പൾസ് ചെയ്തപ്പിച്ചിട്ട് അധികം പൊടിഞ്ഞു പോയി. പൊടിയാണ്ട് എടുത്ത കടിക്കുമ്പോ ഒരു ഫീല് കിട്ടും. അങ്ങനെ മമ്മി ഉണ്ടാക്കി നല്ല സൂപ്പർ ഡ്യൂപ്പർ നെയ്യിലാണ് നമ്മൾ ഡേറ്റ്സ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺസ് ഓഫ് ഗീ എടുത്തേക്കുന്നത്. ആക്ച്വലി ഗീ കൂടിയ ടേസ്റ്റ് കൂടും, ബട്ട് അത് അൺഹെൽത്തി ആവും. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നെയ്യുടെ അളവ് എടുക്കാം. കണ്ടോ, ഡേറ്റ്സ് മാഷ് ചെയ്ത് വന്നപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഡേറ്റ്സ് എടുക്കുക, എന്നിട്ട് അവലോസ് പൊടി കുഴയ്ക്കണ പോലെ നമ്മളുടെ പൊടിയിലിട്ട് കുഴയ്ക്കുക. അങ്ങനെ കുഴച്ച് ബോൾസ് ഉരുട്ടി എടുക്കുക. നട്ട്സിന്റെ പ്രൊപ്പോർഷൻ പറയാൻ ഞാൻ വിട്ടുപോയില്ലേ. ആക്ച്വലി അതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊപ്പോർഷനിൽ എടുക്കാം. പക്ഷെ വലിയ നട്ട്സ് 1 കപ്പ് എടുക്കുകയാണെങ്കിൽ ചെറിയ നട്ട്സ് മേ ബി ഒരു 1/2 കപ്പ് മതിയാവും. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഇതിൽ ക്രാൻബെറീസും ഡ്രൈ റൈസിൻസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ജില്ലെന്നിരിക്കും. ടേസ്റ്റ് ചെയ്യാനൊരു കൊതി വരുന്നു, ക്ഷമയില്ല. സൂപ്പർ കടി കിട്ടണ്ട. സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് സൂപ്പർ. അങ്ങനെ കൈ നിറയെ ഉണ്ടകളുമായി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.